AS for contingencies and events occurring after the balance sheet date. So first definition നോക്കാം. Eventsന്റെ definition തന്നിരിക്കുന്നത്. Events refers to those significant event that occur after the balance sheet date but prior to approval of financial statement and has an impact on financial statements. So events എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു significant event ആണ്. അത് ബാലൻസ് ഷീറ്റിന് ശേഷവും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അപ്രൂവ് ചെയ്യുന്നതിന് മുൻപും occur ചെയ്യണം. സോ ലെറ്റ് us say 1st April 20 മുതൽ 31st March 21 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് 2nd April 21 അപ്രൂവ് ചെയ്തു. സോ ഈ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ആയ 31st March 2021 2nd April 21 ഇടയിൽ നടക്കുന്ന സിഗ്നിഫിക്കൻറ്റ് ഇവൻറ്റിനെയാണ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഇവൻറ്റ്സിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സും നോൺ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സും. So, adjustable events refers to those events that confirms a condition or situation that existed on the balance sheet date. It will be adjusted in financial statements. So, adjustable event എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ഡേറ്റ് പ്രകാരം ആ ഇവൻറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഉണ്ടായിരിക്കണം. അതേസമയം നോൺ അഡ്ജസ്റ്റബിൾ ഇവൻ്റ് ആണെങ്കിൽ അങ്ങനെ കണ്ടീഷൻ അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ഡേറ്റ് പ്രകാരം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കണ്ടീഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ ഉണ്ടായിരിക്കരുത്. അതാണ് രണ്ടിൻ്റെയും ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നോൺ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ബോർഡ്സ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം മെറ്റീരിയൽ ആണെങ്കിൽ. സോ വാട്ട് ആർ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സ്? Adjustable events are those events that confirms a condition or situation that existed on the balance sheet date. What are non-adjustable events? It refers to those events that indicates condition or situation that arouse after the balance sheet date. Balance sheetന് ശേഷമായിരിക്കും ആ കണ്ടീഷൻ അല്ലെങ്കിൽ സിറ്റുവേഷൻ അറൈസ് ചെയ്യുന്നത്. സോ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഡിസ്ക്ലോസ് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. നോൺ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബോർഡ്സ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സിൻ്റെയും നോൺ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സിൻ്റെയും എക്സാമ്പിൾസ് നോക്കാം. സോ ഫസ്റ്റ് അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സ്. ഫസ്റ്റ് വൺ, അസറ്റ്സ് സോൾഡ് ബിഫോർ 31st March ബട്ട് രജിസ്റ്റേർഡ് ഓർ വാല്യൂഡ് ഓൺ 15th May 2021. അതായത് 31st March ആണ് ബാലൻസ് ഷീറ്റ് ഡേറ്റ്. സോ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് മുൻപിൽ സെല്ല് ചെയ്തു, പക്ഷേ അതിൻ്റെ വാല്യൂ 15th May 2021 ശേഷമാണ് വാല്യൂ ചെയ്തത്. സോ അത് ഇറ്റ് എക്സിസ്റ്റ് ഓൺ ദ ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ്. ദർ എക്സിസ്റ്റ് എ കണ്ടീഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. അങ്ങനെ വരുമ്പോൾ ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്. ദെൻ ഇൻവെൻ്ററി എക്സിസ്റ്റിംഗ് ഓൺ 31st March 2021. So existing on the balance sheet date. But NRV is available on 15th May 21. So NRV 15th May 21 ആണ് അവൈലബിൾ ആണെങ്കിലും ദർ എക്സിസ്റ്റ് എ കണ്ടീഷൻ, ഇൻവെൻ്ററി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. So it is an adjustable event. Then doubtful debt as on 31st March 21, debtor becoming bankrupt on 15th May 21. So debtors അത് ഡൗട്ട്ഫുൾ ആണെന്ന് ബാലൻസ് ഷീറ്റ് ഡേറ്റ് പ്രകാരം അറിയായിരുന്നു, ഓൾറെഡി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഡെറ്റർ 15th Mayനാണ് ബാങ്ക്രപ്റ്റ് ആയത്, അതായത് ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷമാണ് ബാങ്ക്രപ്റ്റ് ആയത്. സോ ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. ദെൻ കോർട്ട് കേസ്. പ്രൊവിഷൻ ക്രിയേറ്റഡ് ഓൺ 31st March 21. സോ 31st ബാലൻസ് ഷീറ്റ് ഡേറ്റ് പ്രകാരം പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ജഡ്ജ്മെൻറ്റ് കെയിം ഓൺ 15th May. ജഡ്ജ്മെൻറ്റ് അപ്പോൾ വന്നാലും പ്രൊവിഷൻ ഈസ് ഓൾറെഡി ക്രിയേറ്റഡ്, ദർ എക്സിസ്റ്റ് എ കണ്ടീഷൻ. സോ ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്. ദെൻ ക്യാഷ്യർ എംഫസിൽഡ് 2 lakhs ഓൺ 10th Jan 21. സോ 10th Jan 21 എന്ന് പറയുമ്പോൾ ബിഫോർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ബട്ട് ഐഡൻറ്റിഫൈഡ് നോട്ടീസ്ഡ് ഓൺ 15th May 21. 15th May 21 ഐഡൻറ്റിഫൈ ചെയ്തത്, അതായത് ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം. ഈവൺ ദോ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിൽ, ബാലൻസ് ഷീറ്റ് ഡേറ്റിന് മുൻപേ ഐഡൻറ്റിഫൈ ചെയ്തില്ലെങ്കിലും എംബസിൽ ചെയ്തിട്ടുണ്ട്, 2 lakhs എംബസിൽ ചെയ്തിട്ടുണ്ട്. സോ അത് ഉള്ള കാര്യമാണ്, ദർ എക്സിസ്റ്റ് കണ്ടീഷൻ. സോ ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്. ഇനി നോൺ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. ഫയർ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ മറ്റ് നാച്ചുറൽ കലാമിറ്റീസ് ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷം വന്നായാലും അത് നോൺ അഡ്ജസ്റ്റബിൾ ആണ്. ദെൻ ഷെയർസ് ഇഷ്യൂഡ്, ഡിവെഞ്ചേഴ്സ് ഇഷ്യൂഡ്, ലോൺസ് ബോറോഡ്, മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻ, റീസ്ട്രക്ചറിങ് ഓർ എക്സ്പാൻഷൻ പ്രോഗ്രാം, ഇതെല്ലാം നോൺ അഡ്ജസ്റ്റബിൾ ഇവൻ്റ് ആണ്. ദെൻ 2 സ്പെഷ്യൽ കേസ് ഉണ്ട് AS4ൽ. ഒന്ന് ഡിവിഡൻറ്റും ഒന്ന് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റും. സോ ഡിവിഡൻ്റ് കേസ് ആദ്യം നോക്കാം. ഡിവിഡൻറ്റ് യൂഷ്വലി ഡിക്ലെയർ ചെയ്യുന്നത് ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷമാണ്, പക്ഷേ ഡിവിഡൻറ്റ് ഓൾറെഡി ഡിക്ലെയർ ചെയ്യണമെന്ന് അറിയാം. എന്നാൽ പോലും അത്
അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഡിവിഡൻഡ് എന്ന് പറയുന്നത്, പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ആൻ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്, നോൺ അഡ്ജസ്റ്റബിൾ ഇവൻ്റ് ആണ്. സോ പ്രീവിയസ് ഇയർ ബാലൻസ് ഷീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നോട്ട്സ് ടു അക്കൗണ്ട്സിൽ ഡിസ്ക്ലോസ് ചെയ്യാൻ മാത്രം പറ്റുള്ളൂ. ദെൻ നെക്സ്റ്റ് സ്പെഷ്യൽ കേസ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഇപ്പോൾ എന്തെങ്കിലും ഇവൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ എൻറ്റിറ്റിയുടെ ഗോയിങ് കൺസേണിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ഇവൻറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിപ്പയർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ലിക്വിഡേഷൻ ബേസിസ്. ദെൻ സിക്സ്ത് പോയിൻറ്റ് ഫ്രോഡ് തെഫ്റ്റ് മിസ്റ്റേക്ക് റിലേറ്റിംഗ് ടു ദ പീരീഡ് പ്രയർ ടു ബാലൻസ് ഷീറ്റ് ഡേറ്റ്. സോ ഫ്രോഡ് തെഫ്റ്റ് മിസ്റ്റേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ലാസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്സിൻ്റെ ക്യാഷ്യർ എംബിസിൽഡ് 2 lakhs. സോ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് മുന്നിൽ ഫ്രോഡ് തെഫ്റ്റ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഹാപ്പൻ ആയി, പക്ഷേ അത് ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷമാണ് ഡിസ്കവർ ചെയ്തത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ അപ്രൂവലിന് മുൻപും. അത് അഡ്ജസ്റ്റബിൾ ഇവൻ്റ് ആണ്. ബിക്കോസ് ഓൾറെഡി അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ബാലൻസ് ഷീറ്റ് ഡേറ്റിന് മുന്നിൽ. ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷമാണ് ഡിസ്കവർ ചെയ്തതെങ്കിലും അത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റബിൾ ഇവൻറ്റ്. ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ നോക്കാം. എ കമ്പനി ഫോളോസ് April-March as its financial year. The company recognizes checks dated 31st March or before received from customers after balance sheet date but before approval of financial statement by debiting checks in hand account and crediting debtors account. അതായത് കമ്പനി 31st March ഓർ ബിഫോർ എന്ന ഡേറ്റുള്ള ചെക്ക് റെക്കഗ്നൈസ് ചെയ്തു. എങ്ങനെ? ചെക്സ് ഇൻ ഹാൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, ഡെറ്റേഴ്സ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ജേണൽ എൻട്രി വിൽ ബി ചെക്സ് ഇൻ ഹാൻഡ് debtor to debtors account. So checks in hand debit ചെയ്തു, debtors credit ചെയ്തു. The checks in hand is shown in balance sheet as an item of cash and cash equivalents. So checks in hand cash and cash equivalents in കാണിച്ചു. All checks in hand are presented to bank in the month of April and are also realized in the same month in normal course after deposit in bank. Even if the checks bear the date 31st March or before, the checks received after 31st March do not represent any condition existing on 31st March. ഈ കേസിൽ ഇത് അഡ്ജസ്റ്റബിൾ ആണോ നോൺ അഡ്ജസ്റ്റബിൾ ആണോ എന്ന് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ചെക്ക് മേൽ 31st March ഓർ ബിഫോർ എന്നാണ് ഡേറ്റ് എങ്കിലും 31st March ശേഷം റിസീവ് ചെയ്ത ചെക്കാണെങ്കിൽ ഇറ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് എ കണ്ടീഷൻ ആസ് ഓൺ 31st March. അതുകൊണ്ട് തന്നെ അത് നോൺ അഡ്ജസ്റ്റബിൾ ഇവൻ്റ് ആണ്. ഇപ്പോൾ കണ്ടീഷൻ എന്തായാലും ബാലൻസ് ഷീറ്റ് ഡേറ്റിൽ ഉണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റബിൾ ആണ്, ഇല്ലെങ്കിൽ നോൺ അഡ്ജസ്റ്റബിൾ ആണ്. ഇൻ ദിസ് കേസ് ഇത് നോൺ അഡ്ജസ്റ്റബിൾ ഇവൻ്റ് ആണ്. സോ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസും ചേഞ്ച് ചെയ്യരുത്, ഡെറ്റേഴ്സും ചേഞ്ച് ചെയ്യരുത്. ഇനി ഇത് ഡിസ്ക്ലോസ് ചെയ്യണോ? സാധാരണ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇറ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് എനി മെറ്റീരിയൽ ചേഞ്ച് ഓർ കമ്മിറ്റ്മെൻറ്റ്സ് എഫക്റ്റിംഗ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി എൻ്റർപ്രൈസ്. സോ നോ ഡിസ്ക്ലോഷർ ഇൻ ഡയറക്ടേഴ്സ് റിപ്പോർട്ട് ഈസ് നെസസറി. അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അസറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് റിസോഴ്സ് കൺട്രോൾഡ് ബൈ ആൻ എൻ്റർപ്രൈസ് ആസ് എ റിസൾട്ട് ഓഫ് പാസ്റ്റ് ഇവൻറ്റ്സ്. കൺട്രോൾ ഉണ്ടായിരിക്കണം. സോ ഇൻ ദിസ് കേസ് കൺട്രോൾ ഇല്ല, ഫ്രം വിച്ച് എക്കണോമിക് ബെനിഫിറ്റ്സ് ആർ എക്സ്പെക്റ്റഡ് ടു ഫ്ലോ ടു ദി എൻ്റർപ്രൈസ്. ഇൻ ദിസ് കേസ് ദർ ഇസ് നോ കൺട്രോൾ ഓവർ ദ ചെക്ക് ബിക്കോസ് അതിന് ശേഷം എൻകാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെക്ക് ബൗൺസ് ആകാം. Since the company acquires custody after 31st March, it does not have any control as on 31st March and hence checks in hand do not qualify to be recognized as asset on 31st March. So എന്താണ് ഇവിടെ 31st March or before bear ചെയ്യുന്ന ചെക്ക് 31st March ശേഷം എൻകാഷ് ചെയ്യാൻ കൊടുത്തു. സോ as on 31st March there does not exist a condition, so it is a non-adjusting event. ഇവിടെ മെറ്റീരിയൽ ചേഞ്ച് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ഡിസ്ക്ലോഷർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേറൊരു കേസ് പറയാനാണെങ്കിൽ, ഒരു എക്സംഷൻ പറയാനാണെങ്കിൽ, ഇപ്പോൾ ചെക്സിന് 5th April ഡേറ്റഡ്. ഡെറ്റർ ആ ചെക്ക് 25th March 2021 കൊടുത്തത്. സോ 25th March 2021 ഡെറ്റർ ചെക്ക് കൊടുത്തു. ചെക്കിലെ ഡേറ്റ് എന്ന് പറയുന്നത് 5th April 2021 ആണ്. സോ ചെക്ക് ബാലൻസ് ഷീറ്റ് ഡേറ്റ് പ്രകാരമുണ്ട്, കമ്പനിക്ക് ചെക്കിൻ്റെ കസ്റ്റഡി ഉണ്ട്. ഓൾസോ കൺസിഡർ ദാറ്റ് ആ ഡെറ്റർ ആ കമ്പനിയായിട്ടൊരു 10-15 വർഷത്തെ ബിസിനസ് ചെയ്യുന്നതാണ്. അല്ലെ ചെക്ക് ബൗൺസിൻ്റെ ഒരു ഇൻസ്റ്റൻസ് പോലും ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ കേസ് വരികയാണെങ്കിൽ ചെക്കിനെ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വാലൻസ് ആയിട്ട് 31st March 2021
ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സോ എന്തൊക്കെ റീസൺസ് ആണ്? ചെക്കിൻ്റെ കസ്റ്റഡി ഉണ്ടായിരിക്കണം. പാസ്റ്റ് എക്സ്പീരിയൻസിൽ ദർ ഷുഡ് നോട്ട് ബി എനി ബൗൺസ്. Illustration number 1. In X Company Limited, theft of cash of 5 lakh by the cashier in Jan 2017. So, Jan 2017 theft നടന്നു. Was detected only in May 2017. So, May 2017 detect ചെയ്തത്. The accounts of the company not approved by BOD. Whether theft has to be adjusted in the accounts of the company for the year ended 31st March 2017. So, 31st March 2017 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ തെഫ്റ്റ് അതിന് മുൻപാണ് നടന്നിരിക്കുന്നത്. നമ്മളൊരു സ്പെഷ്യൽ കേസ് പഠിച്ചു. തെഫ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ബാലൻസ് ഷീറ്റ് ഡേറ്റ് പ്രകാരം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ്. ഈവൻ ദോ ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്, ഇറ്റ് ഈസ് an adjustable event and can be adjusted in the balance sheet of 31st March 2017. Illustration number 2. An earthquake destroyed a major warehouse of ACO Limited on 20th May 2017. So 20th May 2017 earthquake ഒരു major warehouse of ACO Limited destroy ചെയ്തു. The accounting year of the company entered on 31st March 2017. So 31st March 2017 accounting year end ചെയ്യുന്നത്. So after the balance sheet date ആണ് earthquake ഉണ്ടായത്. Accounts are approved on 30th June 2017. So 30th June ആണ് approve ചെയ്യുന്നത്. The loss from earthquake is estimated at 30 lakhs. State with reasons whether the loss due to earthquake is an adjusting or non-adjusting event. So ഇത് adjusting ആണോ? So earthquake ഉണ്ടായത് after the balance sheet date ആണ്. There does not exist a condition that the earthquake will happen. So it is a non-adjusting event. In this case അത് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഒരു മേജർ ഡിസ്ട്രക്ഷൻ തന്നെയാണ്. സോ ഇറ്റ് ഈസ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ബോർഡ്സ് റിപ്പോർട്ടിൽ ഡിസ്ക്ലോസ് ചെയ്യണം. A company has filed a legal suit against the debtor from whom 15 lakh is recoverable as on 31st March 2017. So 31st March 2017 പ്രകാരം ഒരു കമ്പനി ഡെറ്ററിന് സ്യൂട്ട് ഫയൽ ചെയ്തു. Chances of recovery by way of legal suit are not good as per legal opinion given by the council in April 2017. Can the company provide for full amount of 15 lakhs as provision for doubtful debt? So ഇവിടെ പ്രൊവിഷൻ ആയിട്ട് കാണിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് മുൻപ് തന്നെ ദർ എക്സിസ്റ്റ് എ കണ്ടീഷൻ 15 lakh. There exists a condition even before the balance sheet date. Therefore, it is an adjusting event and should be adjusted in the financial statements of 31st March 2017. Illustration number 4. In preparing the financial statements of R Limited for the year ended 31st March 2017, you came across the following information. How will you deal with this? Company invested 100 lakhs in April 2017 before approval of financial statements by the board of directors in the acquisition of another company doing similar business, the negotiation for which started during the year. So company April 2017 100 lakhs invest ചെയ്തു. So April 100 lakhs invest ചെയ്തു. 31st March 2017 ആണ് ബാലൻസ് ഷീറ്റ് ഡേറ്റ്. സോ ബാലൻസ് ഷീറ്റ് ഡേറ്റിന് ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്തത്. സോ ഇൻ ദിസ് കേസ് ഇൻവെസ്റ്റ് ചെയ്ത് എപ്പോഴാണെന്നാണ് നോക്കേണ്ടത്. ഇവിടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് 31st March 2017. ഇൻവെസ്റ്റ് ചെയ്തത് April 2017 അപ്രൂവലിന് മുൻപ്. നെഗോഷിയേഷൻസ് ഫോർ വിച്ച് ഹാഡ് സ്റ്റാർട്ടഡ് ഡ്യൂറിങ് ദി ഇയർ. നെഗോഷിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏപ്രിലാണ്, അതായത് ആഫ്റ്റർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ബിഫോർ ദ അപ്രൂവൽ. സോ അത് ഇവിടെ ഓൾസോ ദർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ കണ്ടീഷൻ ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. സോ ഇറ്റ് ഈസ് എ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ബോർഡ്സ് റിപ്പോർട്ടിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. Illustration number 5. A limited company closed its accounting year on 30th June 2017. So 30th June ആണ് financial statements prepare ചെയ്യുന്നത്. And the accounts for that period were considered and approved by BOD on 20th August 2017. So 20th August ആണ് approve ചെയ്യുന്നത്. The company was engaged in laying pipeline for an oil company deep beneath the earth. While doing the business, boring work on 1/9/2017. So 1/9/2017 it had met a rocky surface for which it was estimated that there would be an extra cost to the tunnel to the tune of 80 lakhs. So
1/9/2017 അതൊരു റോക്കി സർവീസ് മീറ്റ് ചെയ്തു. അതിന് എക്സ്ട്രാ കോസ്റ്റായിട്ട് 80 lakhs വരെ വേണ്ടി വന്നു. ഇത് അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണോ നോൺ അഡ്ജസ്റ്റിംഗ് ഇവൻ്റ് ആണോ? ആദ്യം തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ചെക്ക് ചെയ്യേണ്ടത് ഇത് ഇവൻ്റ് ആണോ എന്നാണ്. ഇവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് 30th ജൂണും അപ്രൂവ് ചെയ്യുന്നത് 20 ഓഗസ്റ്റും. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിന് ശേഷവും അപ്രൂവ് ചെയ്യുന്നതിന് മുൻപും ഒക്കർ ചെയ്യുന്നതിനെയാണ് ഇവൻ്റ് എന്ന് പറയുന്നത്. ഇൻ ദിസ് കേസ് ഇറ്റ് ഒക്കേഴ്സ് ആഫ്റ്റർ ദി അപ്രൂവൽ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓൾറെഡി റോക്കി സർഫേസ് ഉണ്ടെങ്കിൽ അത് ഡിസ്കവർ ചെയ്തത് 1/9/2017 ആണ്. സോ അത് ഒരു ഇവൻ്റേ അല്ല, ഇറ്റ് ഈസ് നോട്ട് ആൻ ഇവൻറ്റ്. Okay. Illustration 6. While preparing its final accounts for the year ended 31st March 2017, a company made a provision for bad debts at the rate of 5% of its total trade receivables. So 31st March 2017 ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രൊവിഷൻ 5% ആ ഡേറ്റ് പ്രകാരം കമ്പനി മെയ്ഡ് ചെയ്യുന്നുണ്ട്. ഇൻ ദ ലാസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി 2017, trade receivables of 2 lakhs had suffered heavy loss due to earthquake. The loss was not covered by any insurance policy. So 2 lakh trade receivables loss സംഭവിച്ചു due to earthquake. In April 2017, the trade receivable became bankrupt and the company provide for the full loss arising out of insolvency of the trade receivable in the final accounts for the year ended 31st March 2017. So April 2017 trade receivables bankrupt ആയി. കമ്പനിക്ക് ഫുൾ ലോസിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബിക്കോസ് ദർ എക്സിസ്റ്റ് എ കണ്ടീഷൻ ആസ് ഓൺ ദി ബാലൻസ് ഷീറ്റ് ഡേറ്റ്. ബാലൻസ് ഷീറ്റ് ഡേറ്റിന് മുൻപ് തന്നെയാണ് എർത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ലാസ്റ്റ് വീക്ക് ഓഫ് ഫെബ്രുവരി ആണ്, അതായത് ബാലൻസ് ഷീറ്റ് ഡേറ്റ് 31st March 2017 ആണ്. സോ ഫെബ്രുവരിയിലാണ് എർത്ത് ക്വേക്ക് സംഭവിച്ച് 2 lakh ട്രേഡ് റിസീവബിൾസ് സഫേർഡ് ഹെവി ലോസ്. സോ അത് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 31st March 2017 പ്രകാരം ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് ദി എർത്ത് ക്വേക്ക് ഒക്കേഴ്സ് ബിഫോർ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. Illustration 7. During the year 2015-16, Raj Limited was sued by a competitor for 15 lakhs for infringement of trademarks. So 15-16 Raj Limited sue ചെയ്തു 15 lakhsന്. Based on the advice of the company's legal counsel, Raj Limited provided for a sum of 10 lakhs in its financial statements for the year ended 31st March 2017. So 31st March 2016 പ്രകാരം 10 lakhs ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഓൾറെഡി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തു. 18th May court decided in favor of the party alleging infringement of trademark and ordered Raj to pay 14 lakhs. So 18th May 2016 14 lakhs പേ ചെയ്യേണ്ടി വന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കമ്പനിയുടെ മാനേജ്മെൻറ്റ് 30th April പ്രിപ്പയർ ചെയ്തത്. 30th May അപ്രൂവ് ചെയ്തത്. സോ ഇൻ ദിസ് കേസ് 31st March 2016 ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. 30th May 2016 ആണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്യുന്നത്. കോർട്ട് ഡിസിഷൻ വന്നത് 18th May 2016 ആണ്. ഓൾറെഡി നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ആൻ ദർ എക്സിസ്റ്റ് എ കണ്ടീഷൻ ആസ് ഓൺ ദ ബാലൻസ് ഷീറ്റ് ഡേറ്റ്. സോ ഇറ്റ് ഈസ് ആൻ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. എത്ര അഡ്ജസ്റ്റ് ചെയ്യണം? 15 lakhsനാണ് സ്യൂ ചെയ്തത്. 10 lakhs പ്രൊവിഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 14 lakhs ആണ് ആക്ച്വൽ ആയത്. സോ 4 lakhs ഇൻക്രീസ് ചെയ്ത് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. XYZ Limited operates its business into various segments. Its financial year ended 31st March 2020 and financial statements approved on 15th June 2020. So first question, major property was sold which was included in balance sheet at 25 lakhs for which contract had been exchanged on 15th March 2020. The sale was completed on 15th May 2020 at a price of 26,50,000. So ഇവിടെ നമുക്ക് 4 dates ഉണ്ട്. 31st March 2020 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യും. 15th June അപ്രൂവ് ചെയ്യും. കോൺട്രാക്റ്റ് എക്സ്ചേഞ്ച് ചെയ്തിരിക്കുന്നത് 15th March സെയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് 15th May അതായത് കോൺട്രാക്റ്റ് ചെയ്തത് 31st March മുൻപ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നതിന് മുൻപ്. സെയിൽ കംപ്ലീറ്റ് ചെയ്തത് ഇൻ ബിറ്റ്വീൻ
financial statements approval. So it is an adjusting event because there exists a condition as on the balance sheet date. Okay, so it should be adjusted in the financial statements of 15th March 31st March 2020. Also അവിടെ 25 lakh വരുന്നത് 26,50,000 സെല് ചെയ്തു. അവിടെ 1,50,000 പ്രോഫിറ്റ് വരുന്നുണ്ട്. ആ പ്രോഫിറ്റും കൺസിഡർ ചെയ്യണം. On 2nd April 2020, a fire completely destroyed a manufacturing plant of the entity. It was expected that the loss of 10 million would be fully covered by insurance company. So 2nd April 2020 in a fire occur ചെയ്തു. അതായത് 31st March 2020 ബാലൻസ് ഷീറ്റിന് ശേഷം ആൻഡ് 15th June 20 അപ്രൂവലിന് മുൻപ്. സോ ഫസ്റ്റ് തന്നെ ഇറ്റ് ഈസ് ആൻ ഇവൻറ്റ്. ഇനി അഡ്ജസ്റ്റിംഗ് ആണോ നോൺ അഡ്ജസ്റ്റിംഗ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. So 31st balance sheet date പ്രകാരം ഇത് there does not exist a condition, so it is not an adjusting event. Then third ചെക്ക് ചെയ്യേണ്ടത് going concern കോൺസെപ്റ്റിന് എഫക്റ്റ് ചെയ്യുമെന്നാണ്. ഇവിടെ ഓൾറെഡി ഫുള്ളി കവേർഡ് ബൈ ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഒരു നോട്ടായിട്ട് ഡിസ്ക്ലോസ് ചെയ്താൽ മതി. A claim for damage amounting to 8 million for breach of patent had been received by the entity prior to year end. It is the director's opinion, backed by legal advice, that the claim will ultimately prove to be baseless, but it is estimated that it would involve a considerable expenditure on legal fees. So ഇവിടെ കമ്പനിക്ക് ഒരു claim for damage 8 million for breach of patent റിസീവ് ചെയ്തിട്ടുണ്ട്. ഡയറക്ടേഴ്സ് ഒപ്പീനിയനിൽ ആ ക്ലെയിം അൾട്ടിമേറ്റ്ലി ബേസ്ലെസ് ആകും എന്നാണ് ഡയറക്ടറിൻ്റെ ഒപ്പീനിയൻ. പക്ഷേ ലീഗൽ ഫീസും എക്സ്പെൻസ് വരുമെന്നും പറയുന്നുണ്ട്. ഇത് അഡ്ജസ്റ്റബിൾ ഇവൻ്റ് ആണോ, എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എവിഡൻസ് പ്രൊവൈഡ് ചെയ്ത പ്രകാരം ക്ലെയിം സക്സീഡ് ആവില്ല. ഡയറക്ടേഴ്സ് ഒപ്പീനിയൻ പ്രകാരം ക്ലെയിം സക്സീഡ് ആവില്ല. അതുകൊണ്ട് തന്നെ 8 million അക്കൗണ്ട്സിൽ കാണിക്കേണ്ടതില്ല. പക്ഷേ കണ്ടീജൻറ്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. ഇനി കണ്ടീജൻറ്റ് ലയബിലിറ്റി എന്താണെന്ന് നോക്കാം. കണ്ടീജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ പ്രസൻറ്റ് ഒബ്ലിഗേഷൻ അറൈസിങ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ് വെർ ദ ഔട്ട്ഫ്ലോ ഇസ് നോട്ട് പ്രോബബിൾ ആൻഡ് ദി എമൗണ്ട് കനോട്ട് ബി റിലയബിളി മെഷേർഡ്. സോ ഔട്ട്ഫ്ലോ പ്രോബബിൾ ആകാൻ പാടില്ല, എമൗണ്ട് റിലയബിളി മെഷർ ചെയ്യാനും പറ്റില്ലാത്ത ഒരു ഐറ്റംസിനെയാണ് കണ്ടീജൻറ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. കണ്ടീജൻറ്റ് ലയബിലിറ്റി എപ്പോഴും നോട്ട്സ് ടു അക്കൗണ്ട്സിലാണ് ഡിസ്ക്ലോസ് ചെയ്യുന്നത്. AS 29 നമ്മൾ പഠിക്കും. കണ്ടീജൻസീസ് മൊത്തം AS 4 കൊടുത്തിട്ടുണ്ടെങ്കിലും AS 29 ഡീൽ ചെയ്യുന്നത്. ഓൾസോ ലീഗൽ ഫീസിന് എത്രത്തോളം റിക്കവർ ചെയ്യാൻ പറ്റില്ല അത്രത്തോളം ലീഗൽ ഫീസിന് പ്രൊവിഷനും ക്രിയേറ്റ് ചെയ്യണം.